അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. മുത്തുകളെ, സത്തുകളെ, കരളുകളെ, കുളിരുകളെ, പഞ്ചാര കുഞ്ചുകളെ, കോസസ് ഓഫ് വേരിയേഷൻ, വ്യതിയാനത്തിന്റെ കാരണങ്ങൾ. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു കാരണമാണ് ക്രോസിംഗ് ഓവർ ഇൻ ക്രോമസോം, ക്രോമസോമിന്റെ മുറിഞ്ഞു മാറൽ. ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ഡൗട്ടുള്ള ഒരു സാധനം. കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രം കാണുമ്പോൾ തന്നെ തോന്നുന്നത് എന്ത് പൊട്ട ചിത്രമാണ്, എടുത്ത് വലിച്ചെറിയാനൊക്കെ തോന്നും. പക്ഷേ ചെയ്യരുത്. ഓക്കെ, സിമ്പിളാടാ, വളരെ സിമ്പിൾ, പവർഫുൾ ആണ്. ഓക്കെ, ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്? അതായത് ഇത്രയേ ഉള്ളൂ. കോസസ് ഓഫ് വേരിയേഷൻ എങ്കിൽ വ്യതിയാനത്തിൻ്റെ കാരണങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് വേരിയേഷൻ എന്നുള്ളതാണ്. സിമ്പിൾ ലോജിക്ക് ഒന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്കും എൻ്റെ പെണ്ണുങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി എൻ്റെ ചേലാണോ? അല്ല. എൻ്റെ പെണ്ണുങ്ങളെ ചേലാണോ? അല്ല. ഞങ്ങൾ ആരും ചേലല്ല. ദാറ്റ് മീൻസ് അതെന്താണ്? അവിഹിതം അല്ലേ? അല്ല. അതെന്താണ്? അത് വേരിയേഷൻ. അങ്ങനെ സംഭവിച്ചൂടെ? സംഭവിക്കാം. അതായത് പേരൻസിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് കുട്ടികളിൽ എന്തെങ്കിലും ഫീച്ചേഴ്സ് കാണപ്പെടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? വേരിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം. അത് നടക്കുമോ? നടക്കും. അതിന് കാരണമുണ്ടോ? കാരണമുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് കാരണമാണെന്ത്? ക്രോസിംഗ് ഓവർ ഇൻ ക്രോമസോം. വേറെയും കാരണങ്ങളുണ്ട്. മ്യൂട്ടേഷൻ അതിൻ്റെ മറ്റൊരു കാരണമാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ക്രോസിംഗ് ഓവർ ഇൻ ക്രോമസോം, ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഈ ക്രോമസോമിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? ജീനുള്ളത്. ആരുള്ളത്? ജീനുള്ളത്. ക്രോമസോമിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? ജീനുള്ളത്. ഈ ക്രോമസോമിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? ജീനുള്ളത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതൊരു സെല്ല്. ആ സെല്ലിൻ്റെ നടുവിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആരുണ്ട്? DNA ഉണ്ട്. DNAൻ്റെ ഉള്ളിൽ ആരുണ്ട്? ക്രോമസോം ഉണ്ട്. ആ ക്രോമസോമിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? ജീനുള്ളത്. അതിൽ ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. ക്രോമസോമിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ജീനുണ്ട്. ഇതൊരു ക്രോമസോം ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ജീൻ ഉണ്ടാവും. അതിൽ ആർക്കും ഡൗട്ടില്ലല്ലോ. ഓക്കെ, അതവിടെ നിന്നോട്ടെ, അത് മതി. ഇനി തുടങ്ങാം. ഈ ക്രോസിംഗ് ഓവർ ഇൻ ക്രോമസോം, ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് എപ്പോഴാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് മിയോസിസ്. മിയോസിസിൻ്റെ ഊനഭംഗത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ നടക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് മേ ബി വൺ വേർഡ് ആയിട്ട് ചോദിക്കാം, എപ്പോഴാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത്? ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് മിയോസിസ്. ഊനഭംഗത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ നടക്കുന്നത്. അത് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താണ് ഇത് പരിപാടി? ഇതെങ്ങനെയാണ് വേരിയേഷന് കാരണമാകുന്നത് എന്നാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. വീണ്ടും ഞാൻ പറയുന്നു, ക്രോമസോമിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ജീനുണ്ട്. ഓക്കെ, എന്നാൽ കേട്ടോ. അതായത് ക്രോസിംഗ് ഓവർ ഇൻ ക്രോമസോം എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയിൽ എന്താ സംഗതി എന്ന് ചോദിച്ചാൽ, എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇവരെന്ത് ചെയ്യുന്നറിയോ? ഫസ്റ്റ് രണ്ട് ക്രോമസോമുകൾ പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോംസ്. അതായത് ഈ രണ്ട് ക്രോമസോമുകൾ തമ്മിൽ എന്ത് ചെയ്യും? പെയറിംഗ് ചെയ്യും, ജോഡി ചേരും. ക്രോസിംഗ് ഓവർ ഇൻ ക്രോമസോം എന്ന് പറഞ്ഞാൽ ഹോമലോഗസ് ക്രോമസോമുകൾ, സമരൂപ ക്രോമസോമുകൾ എന്ത് ചെയ്യുന്നു? ജോഡി ചേരുന്നു, പരസ്പരം ജോഡി ചേരുന്നു. ഇത് രണ്ട് സമരൂപ ക്രോമസോമുകളാണെന്ന് വിചാരിക്കുക. ഇവർ പരസ്പരം എന്ത് ചെയ്യുന്നു? ജോഡി ചേരുന്നു. എന്ത് ചേരുന്നു? ജോഡി ചേരുന്നു, പെയർ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ജോഡി ചേരുന്നു, പെയർ ചെയ്യുന്നു. ക്രോസിംഗ് ഓവർ ഇൻ ക്രോമസോം, ക്രോമസോമുകൾ പരസ്പരം എന്ത് ചെയ്യുന്നു? ജോഡി ചേരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു അറിയോ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ അവരവരുടെ ഭാഗങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യും. ഭാഗങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യും. ഇതിന്റെ ഭാഗം അങ്ങോട്ടും അതിന്റെ ഭാഗം ഇങ്ങോട്ടും കൊടുക്കും. ഭാഗങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തു. ഇപ്പൊ ഈ ക്രോമസോമിന്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടോ? പെട്ടില്ലേ? ചെയ്യപ്പെട്ടു. ഇനി ഞാൻ പറയട്ടെ, ക്രോമസോമിന്റെ ഉള്ളിൽ ആരുണ്ട്? ജീനുണ്ട്. അപ്പോൾ ക്രോമസോമിന്റെ ഭാഗങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആര് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും? ജീന് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ജീൻ മാറിയ വേരിയേഷൻ സംഭവിക്കൂലേ? സംഭവിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എന്ത്? ക്രോസിംഗ് ഓവർ ഇൻ ക്രോമസോം എങ്ങനെയാണ് വേരിയേഷന് കാരണമാകുന്നത് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ. സിമ്പിൾ ലോജിക്ക്. ഇത് ഇത്ര ഒരു ലോജിക്ക് വെച്ച് പഠിച്ചാൽ മതിടാ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സമരൂപ ക്രോമസോമുകൾ, അതായത് പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോമുകൾ പരസ്പരം ജോഡി ചേരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? അതിലെ ദ ക്രൊമാറ്റിഡ്സ് ബ്രേക്ക് അറ്റ് ദ റീജിയൺ. ഒരു ഭാഗത്ത് നിന്ന് ക്രൊമാറ്റിഡ് എന്ന് പറഞ്ഞാൽ ക്രോമസോമിന്റെ പാർട്ട്, അതെന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച്ഡ് വിത്ത് ഈച്ച് അതർ. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? ഈ ഭാഗത്ത് വെച്ച് ക്രൊമാറ്റിഡുകൾ മുറിയുന്നു, മുറിഞ്ഞ ഭാഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. ഇതിന്റെ ഭാഗം ഇങ്ങോട്ടും ഇതിന്റെ ഭാഗം ഇങ്ങോട്ടും കൊടുക്കുന്നു. ഈ കൈമാറ്റത്തിലൂടെ അലീൽ പുനഃസംയോജനം നടക്കുന്നു. അലീൽ പുനഃസംയോജനം മീൻസ് ദീസ് എക്സ്ചേഞ്ച് കോസസ് റീകോമ്പിനേഷൻ ഓഫ് അലീൽസ്. അതായത് ഓട്ടോമാറ്റിക്കലി ക്രോമാറ്റിഡ്സിൻ്റെയും ക്രോമസോമിൻ്റെ ഉള്ളിലൊക്കെ ആരുണ്ട്? ജീനുകളുണ്ട്. അതിനുള്ളിൽ ആരുണ്ട്? അലീലുണ്ട്. അപ്പോൾ അതും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി കൈമാറ്റം ചെയ്യപ്പെടും. ദിസ് ലീഡ് ടു ദ അപ്പിയറൻസ് ഓഫ് ന്യൂ ട്രൈറ്റ്സ് ഇൻ ദ ഓഫ് സ്പ്രിംഗ്. ഇതെന്ത് ചെയ്യുന്നു? സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കാരണമാകുന്നു. സിമ്പിൾ ലോജിക്കാണ്. ഇനി ഇവിടെ പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, പരീക്ഷയ്ക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഈ ചിത്രം തരും. ഈ ചിത്രം തന്നിട്ട് ഈ ഭാഗത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ പറയണം കെയാസ്മ.
കയാസ്മേ. അതെന്ത് ആസ്മ? ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. ക്രോമസോമുകൾ പരസ്പരം ജോഡി ചേരുമ്പോൾ അവർ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇവിടെ ഇവർ ജോഡി ചെയ്യുമ്പോൾ ഇവർ കോണ്ടാക്ട് ചെയ്യുന്ന പോർഷൻ ഇതാ ഈ പോർഷനാണ്. അല്ലാതെ ഇതിന്റെ ഈ മൂഡ് ഇതാ ഈ ഭാഗം, ഈ ബാക്ക് ഭാഗം ഇത് കോണ്ടാക്റ്റിൽ വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ കോണ്ടാക്ട് വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ കോണ്ടാക്ട് വരുന്നുണ്ടോ? ഇല്ല. ഇതിന്റെ മുകളിലും കോണ്ടാക്ട് വരുന്നില്ല. ഈ രണ്ട് ക്രോമസോമുകളും പരസ്പരം കോണ്ടാക്ട് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ്. ആ ഒരു പോർഷനാണ് എന്ത്? കയാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, ക്രോമസോമുകൾ പരസ്പരം ജോഡി ചേരുന്ന ഭാഗത്തെ കയാസ്മ എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ പെയർഡ് ക്രോമസോം ഈസ് കാൾഡ് കയാസ്മ. ക്രോമസോമുകൾ പരസ്പരം പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗമാണെന്ത്? കയാസ്മ എന്ന് പറയുന്നത്. അതും കൂടി ഇവിടെ എന്ത് ചെയ്യുക? ജസ്റ്റ് പഠിച്ചു വെക്കുക. കഴിഞ്ഞു. അപ്പോൾ ക്രോസിംഗ് ഓവർ ഇൻ ക്രോമസോം കഴിഞ്ഞു. പിന്നെ വേരിയേഷൻ്റെ മറ്റൊരു കാരണമാണ് എന്ത്? മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരാളുടെ ജനറ്റിക് സ്ട്രക്ചറിൽ സഡൻ പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടാവുന്നു. അതാണ് എന്ത്? മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ ഈസ് ദ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പെട്ടെന്നൊരു ചേഞ്ച് വരുന്നു. അതാണ് എന്ത്? മ്യൂട്ടേഷൻ. ജനിതഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്ന അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റമാണെന്ത്? മ്യൂട്ടേഷൻ. ഇവിടെ നോക്കണം. ഇവിടെ കറക്റ്റ് ഇതിന്റെ ജനറ്റിക് സ്ട്രക്ചർ ആട്ടോ. ഇവിടെ തൈമിനും ഇവിടെ അഡിനിനാണ്. പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? അത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഇവിടെ മുകളിൽ തൈമിനും താഴെ അഡിനിനും നേരെ തിരിഞ്ഞു. മുകളിൽ അഡിനിനും താഴെ തൈമിനുമായി മാറി. അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഒരു ചേഞ്ച് വരുന്നു. അതാണ് എന്ത്? മ്യൂട്ടേഷൻ. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, സാർ അതെങ്ങനെ പെട്ടെന്നൊരു ചേഞ്ച് വരിക? അത് നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ കമൻറ്റ് ചെയ്യണം. 3 കാരണമുള്ളത്. ഒന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. DNA ഡ്യൂപ്ലിക്കേഷൻ, DNAയുടെ ഇരട്ടിക്കൽ. പിന്നെ വേറെ 2 കാരണം കൂടി മ്യൂട്ടേഷന് കാരണമാവുന്നുണ്ട്. അത് താഴെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ. Goodbye. See you soon.